ഒരാളുടെ കാർ ഒരു മാനുമായി ഇടിച്ച് കയറുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. ആ സമയത്ത് മാൻ മരിച്ചതായി തോന്നുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം മാൻ വിചിത്രമായി നീങ്ങുകയും ഉണരുകയും ചെയ്യുന്നു. അതിൻ്റെ കണ്ണുകൾ പൂർണ്ണമായും എന്തോ പ്രത്യേക രീതിയിൽ കാണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഒരു വലിയ കമ്പനി കൈകാര്യം ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സ്യോക് വു എന്നാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിവാഹമോചനം നേടിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് തൻ്റെ ഇളയ മകളെ ശരിയായി പരിപാലിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അവളുടെ ജന്മദിനത്തിൽ തൻ്റെ അമ്മയെ കാണാൻ കോഷിയോണിലേക്ക് പോകുവാൻ മകൾ നിർബന്ധിക്കുന്നു. അദ്ദേഹം അതിന് സമ്മതിച്ചു. അച്ഛനും മകളും കോഷിയോണിലേക്ക് ഒരു ട്രെയിനിൽ കയറുന്നു. ഇയാളുടെ പേര് സാങ്വ എന്നാണ്. ഇയാളും ഇയാളുടെ ഗർഭിണിയായ ഭാര്യ സാങ് ജിയോങ്ങും ഉൾപ്പെടെ നിരവധി പേർ ട്രെയിനിലുണ്ടായിരുന്നു. കൂടെ ഒരു ഹൈസ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമും. ട്രെയിനിൻ്റെ വാതിൽ തുറന്നതും ഒരു പെൺകുട്ടി ആ ട്രെയിനിലേക്ക് ഓടിക്കയറി. അവളുടെ കാലിൽ ഒരു കടിയേറ്റിരുന്നു. അവൾ തക്ഷണം ഒരു സോംബിയായി രൂപാന്തരപ്പെട്ടു. അവൾ രൂപാന്തരപ്പെട്ട ഉടനെ അവൾ ഒരു ട്രെയിൻ അറ്റൻഡൻറ്റിനെ കടിച്ചു. അറ്റൻഡൻറ്റും ഒരു സോംബിയായി മാറി. ഇത് സംഭവിച്ചപ്പോൾ വൈറസ് ട്രെയിനിലൂടെ വേഗത്തിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. നിരവധി ആളുകളെ ബാധിച്ചു. ട്രെയിനിലെ ചില യാത്രക്കാർ രോഗബാധിതമായ കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോയി. അവിടെ സോംബി അണുബാധ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി. ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റിൽ സോംബി അണുബാധ ആ ട്രെയിനിൽ മാത്രമല്ല രാജ്യം മുഴുവൻ പടർന്നിട്ടുണ്ടെന്നും പരമാവധി ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപിച്ചു. ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ എല്ലാ യാത്രക്കാരും നഗരത്തിലേക്ക് ഇറങ്ങി ഓടി. എന്നാൽ പുറത്തിറങ്ങുമ്പോൾ സോംബി ആക്രമണം ഇതിനകം എല്ലായിടത്തും സ്പ്രെഡായിട്ടുണ്ടെന്ന് അവർ കാണുന്നു. ഇത് അവരെ ട്രെയിനിലേക്ക് തിരികെ ഓടിക്കാൻ നിർബന്ധിതരാക്കുന്നു. കയറാനുള്ള തിരക്കിൽ ആളുകളെ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൂട്ടത്തോടെ കൊണ്ടുപോകുന്നു. അണുബാധ ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത 6 നഗരങ്ങളിൽ ഒന്നാണ് പോസൻ എന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചതിനാൽ ട്രെയിൻ കണ്ടക്ടർ കോഷിയോണിലേക്ക് ട്രെയിൻ വഴിതിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. ഒരു വഴി തേടുന്നതിനിടയിൽ സ്യോകു, സാങ്വ, യങ്കുക് എന്നിവർ ട്രെയിനിലെ മറ്റ് യാത്രക്കാരെ കണ്ടുമുട്ടുന്നു. 6 പേരും ഒരുമിച്ച് അടുത്ത കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. അവർക്ക് നിരവധി സോംബികളെ നേരിടേണ്ടി വരുന്നു. അടുത്ത കമ്പാർട്ട്മെൻറ്റുകളിൽ സുരക്ഷിതരായിരിക്കുന്ന മറ്റ് നിരവധി ആളുകളുണ്ടായിരുന്നു. ഒടുവിൽ അവർ സുരക്ഷിതമായ ഒരു കമ്പാർട്ട്മെൻറ്റിൽ എത്താൻ കഴിഞ്ഞപ്പോൾ സ്വാർത്ഥനായ CEO യങ്സുക് അവരെ അകത്ത് കടക്കുന്നത് തടയുന്നു. മറ്റുള്ളവരെ സോംബിയാക്കുന്ന അണുബാധയ്ക്ക് ഈ 6 പേരും ഇരയായിട്ടുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ എല്ലാ യാത്രക്കാരും അവരെ അകത്തേക്ക് കടത്തിവിടാൻ വിസമ്മതിച്ചു. പോരാട്ടത്തിനിടയിൽ സാങ്വയും ഇൻഗിലും സോംബികൾക്ക് സ്വയം ബലിയർപ്പിക്കുന്നു. അങ്ങനെ അവർ 4 പേരും വാതിൽ തുറന്ന് സുരക്ഷിത ബോഗിയിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകുന്നു. എന്നാൽ അകത്ത് കടന്നാൽ CEO 4 പേരെയും ഒരു ചേംബറിൽ ഒറ്റപ്പെടുത്തി. അങ്ങനെ ചെയ്താൽ അവർക്ക് രോഗം ബാധിച്ചാൽ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയും. അതേസമയം തന്റെ സഹോദരി ഇൻഗിൽ ഇപ്പോൾ സോംബിയായി മാറിയതിൽ അസ്വസ്ഥയായ യാത്രക്കാരിൽ ഒരാൾ രോഗബാധിതരായ ആളുകളുണ്ടായിരുന്ന വാതിൽ മനഃപൂർവ്വം തുറക്കുന്നു. ഇത് നാശം വിതയ്ക്കുന്നു. എല്ലാ സോംബികളും കമ്പാർട്ട്മെന്റിൽ പ്രവേശിച്ച് ശേഷിക്കുന്ന പലരെയും കൊല്ലുന്നു. ചേംബറിൽ ഐസൊലേറ്റ് ചെയ്തവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. സ്യോകു, സാൻ, സിയോ ഇവരെ കൂടാതെ യോങ്സുക്കും ഒരു ട്രെയിൻ അറ്റൻഡന്റും ബാത്റൂമിൽ അകത്ത് കയറിയെന്ന് ജീവൻ രക്ഷിക്കുന്നു. ആ സ്റ്റേഷനിലെ ട്രാക്കുകൾ അടച്ചതിനാൽ ട്രെയിനിന്റെ റൂട്ട് തടസ്സപ്പെട്ടതായി നമ്മൾ കാണുന്നു. ട്രെയിൻ നിർത്തിയ ഉടൻ ശേഷിക്കുന്ന യാത്രക്കാർ മറ്റൊരു ട്രെയിൻ തേടി പുറപ്പെട്ടു. ഈ തിരയലിൽ അവരെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നു. യോങ്സുക് വീണ്ടും തന്റെ സ്വഭാവം കാണിക്കുന്നു. ഒരു ട്രെയിൻ അറ്റൻഡന്റിനെ സോംബികളുടെ അടുത്തേക്ക് തള്ളിയിട്ട് അയാൾ തന്റെ ജീവൻ രക്ഷിക്കുന്നു. അറ്റൻഡന്റിനെ കൊല്ലുകയും സ്വയം രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു സോംബി അവനെ കടിച്ചു. താമസിയാതെ അവനും ഒരു സോംബിയായി മാറിയിരിക്കുന്നു. ബാക്കിയുള്ളവർ അവനെ ആക്രമിക്കുന്നു. സ്യോകു സോംബിയായ യോങ്സുക്കിനോട് പോരാടുന്നു. പക്ഷേ തുടർന്നുള്ള പോരാട്ടത്തിൽ യോങ്സുക്ക് അവനെ കടിക്കുന്നു. ഈ ഘട്ടത്തിൽ ഒരു സോംബി തന്നെ കടിച്ചതിനാൽ താനും ഒരു സോംബിയായി മാറാൻ പോവുകയാണെന്ന് സീക്കു മനസ്സിലാക്കുന്നു. ഇത് ചിന്തിച്ചുകൊണ്ട് അയാൾ തന്റെ മകളെയും സിയോങ്ങിനെയും എഞ്ചിൻ റൂമിലിട്ട് പൂട്ടി. പോകുന്നതിന് മുമ്പ് അയാൾ തന്റെ അവസാന വാക്കുകൾ മകളോട് പറയുന്നു. നമ്മുടെ നായകൻ ഒരു സോംബിയാകാൻ വിധിക്കപ്പെട്ടിരുന്നു. അതിനാൽ അവൻ പൂർണ്ണമായും രൂപാന്തരപ്പെട്ടയുടനെ ആ ട്രെയിനിൽ നിന്നും എടുത്തു ചാടുന്നു. ഇവിടെയാണ് സീക്കു വളരെ വികാരാധീനനാവുന്നത്. മരിക്കുമ്പോഴും തന്റെ മകൾ ഒരു കുഞ്ഞായിരുന്നപ്പോൾ കൈകളിൽ പിടിച്ച നിമിഷങ്ങൾ അയാൾ ഓർക്കുന്നു. ട്രെയിൻ ഒടുവിൽ പോസാനിലെത്തുന്നു. അവിടെ 2 പേർ സ്വാൻ, സിയോങ് എന്നിവർ ഇറങ്ങുന്നു. ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേർ അവർ മാത്രമാണ്. അവർ മുന്നിലേക്ക് നടക്കുന്നു. മറുവശത്ത് സോംബികളിൽ നിന്ന് അതിർത്തി സംരക്ഷിക്കുന്ന ചില സൈനികരുണ്ട്. അവർ ഇവർ 2 പേരെയും കണ്ടപ്പോൾ സോംബികളാണെന്ന് കരുതി അവരെ വെടിവെക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് സ്വാൻ ഒരു പാട്ട് പാടുന്നു. സ്വാന് പാട്ട് കേട്ടതും ഇത് സോംബിയല്ല മറിച്ച് യഥാർത്ഥ മനുഷ്യരാണെന്ന് അവർക്ക് മനസ്സിലാകും. സ്വാൻ എപ്പോഴും തൻ്റെ അച്ഛനു വേണ്ടി പാടാൻ ആഗ്രഹിച്ച അതേ ഗാനം പാടുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് മരണത്തെ ഓർത്തുകൊണ്ട് അവളത് പാടുന്നു. സിനിമ അവിടെ അവസാനിക്കുകയാണ്.